പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും. അല്ല ഇതെന്താ 2 കോടിയൊക്കെ? ഒന്നും മിണ്ടാണ്ടിരിക്കും, ന്യൂസ് കാണാണ്ടൂടെ. ന്യൂസോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോഴേ പാർട്ടി ഏതാണ്ട് തീരുമാനിക്കും, എന്നിട്ട് വേണം ഒരു കൊടിയാട് മാറ്റാൻ. ഇനി തീരുമാനമായിട്ടില്ലേ? അതെ, ഏത് നിറം അടിക്കണ്ടേ? മഞ്ഞ, നീലേ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ, അവിടെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ. ഇപ്പൊ വിളിക്കും. എനിക്കിത് എഴുതാൻ മുട്ടിട്ട് പോയി. അത് എത്ര നേരം വെച്ചിട്ട് താഴെ പിടിച്ചോണ്ടിരിക്കുക? പണ്ടൊക്കെ പാർട്ടിക്കാർ തീരുമാനിക്കും ആരാ സ്ഥാനാർത്ഥിയാവണ്ടെന്ന്. ഇപ്പൊ സ്ഥാനാർത്ഥിക്കാർ തീരുമാനിക്കും ഏത് പാർട്ടിയാവണമെന്ന്. കാലം പോയൊരു പോക്കേ നടക്കട്ടെ. ഏതരവേ ഇതാ തീരുമാനമായിട്ടോ, ആള് മാറ്റി ചവിട്ടി. ഇത് കുറെ കാലം കൊണ്ടു നടന്നാ, ഇനിയിപ്പോ ഇത് വേണ്ട. ഇതാണെങ്കിൽ കുറെ കീറിക്കളഞ്ഞിട്ടുണ്ട്, ഇനി ഇത് കൊണ്ടു നടക്കണം. അവനേ ഇതിന്റെ വില അറിയില്ല. നേതാക്കന്മാരുടെ വാക്കാ. നാളെ മാപ്പും കോപ്പെന്ന് പറഞ്ഞ് കയറി വരും. അപ്പൊ ഇതേ ഉണ്ടാവുള്ളൂ. ഇയാളെന്താ കാലുമാറാൻ കാരണം? അധികാരമോഹം, അല്ലാതെന്താ? എത്ര നല്ല ചെറുപ്പക്കാരുണ്ട്, അവർക്ക് വഴിമാറി കൊടുത്തോളൂ. അവർക്ക് എടാ ഇത്രയും കാലം തെറി പിടിച്ചാളെ ഇപ്പൊ ജയ് പിടിക്കാന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത ഗതി കേട്ടാ. പിന്നെ അല്ലെങ്കിൽ അണികളുടെ മാനസികാവസ്ഥ നേതാക്കന്മാർക്ക് അറിയണ്ടല്ലോ. അല്ലേ നേതാവേ, പിന്നെ കണ്ടോളാം. നമ്മളിപ്പോ ഒരു പാർട്ടിയാ. ധീരതയോടെ നയിച്ചോളൂ. ഈ ഇലക്ഷനിൽ ചെറുതായിട്ടൊന്ന് പാർട്ടി മാറിയിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടെ എന്നെ ജയിപ്പിക്കാം. ചേട്ടാ ഹെൽമെറ്റ് വെച്ച് പോയിക്കോളൂ. നമ്മളെ പഴയ പാർട്ടിക്കാരുണ്ടാവുക വഴിക്ക്. ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് എപ്പോ വേണം അങ്ങോട്ട് മാറാം. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇയാളാടോ യഥാർത്ഥ നേതാവ്. നമ്മളെ പോലുള്ള അണികളൊക്കെ ശരിക്ക്